ഈ സീസണിലെ IPL-ൽ തുടക്കം പാളിയ ശേഷം ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. അവസാനത്തെ 3 മത്സരങ്ങളിലും ജയിച്ച മുംബൈ ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇതോടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും സജീവമാക്കിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും. ബാറ്റിംഗ് നിര ക്ലിക്ക് ആവുന്നതിനൊപ്പം ബൌളിംഗ് നിരയും ഫോമിലേക്ക് ഉയർന്നതാണ് മുംബൈക്ക് തുണയായത്. മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മ ഫോമിലല്ലെന്നതായിരുന്നു അവസാന മത്സരത്തിന് മുമ്പ് വരെ മുംബൈയെ അലട്ടിയത്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മുംബൈ 9 വിക്കറ്റിന് മുക്കിയ കളിയിൽ ടീമിന്റെ ഹീറോ ഹിറ്റ്മാനായിരുന്നു. 46 ബോളിൽ 6 സിക്സറും 4 ഫോറും അടക്കം 76 റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. സീസണിൽ ഇതിനകം നടന്നിട്ടുള്ള മത്സരങ്ങളിലെല്ലാം ഇമ്പാക്ട് സബ്ബായാണ് രോഹിത്തിനെ മുംബൈ പരീക്ഷിച്ചത്. ബാറ്റിംഗിൽ മാത്രം അദ്ദേഹത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു ടീമിന്റെ പ്ലാൻ. എന്നാൽ തന്റെ പുതിയ റോളിൽ രോഹിത്തിന് അതൃപ്തി ഉണ്ടെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാന മത്സരത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും ഇക്കാര്യം തന്നെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളിയിൽ അപരാജിത 50യുമായി പ്ലേ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമാണ് മുംബൈ ഇന്ത്യൻസിലെ പുതിയ റോളിലുള്ള അതൃപ്തി രോഹിത് ശർമ്മ പരോക്ഷമായി പ്രകടിപ്പിച്ചത്. ഫീൽഡിംഗിന് ഇറങ്ങാതെ ഇമ്പാക്ട് സബ്ബായി ബാറ്റിംഗിൽ മാത്രം കളിക്കേണ്ടി വരുമ്പോൾ അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. 2-3 ഓവറുകൾ വലിയ വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷേ നിങ്ങൾ 17 ഓവറുകളും ഫീൽഡ് ചെയ്യാതിരുന്ന ശേഷം പിന്നീട് ബാറ്റിംഗിൽ മാത്രം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ. പക്ഷേ എന്റെ ടീം ആഗ്രഹിക്കുകയാണെങ്കിൽ നേരിട്ട് ബാറ്റിംഗിന് മാത്രമായി ഇറങ്ങാനും എനിക്ക് കുഴപ്പമില്ലെന്നും രോഹിത് വ്യക്തമാക്കി. ഫീൽഡിംഗിൽ ടീമിന്റെ ഭാഗമാവാതിരുന്നതിന് ശേഷം ബാറ്റിംഗിന് മാത്രമായി എത്തുക ബുദ്ധിമുട്ടാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിലുള്ള അതൃപ്തി തന്നെയാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇമ്പാക്ട് പ്ലെയർ റോളിന് പകരം മുഴുവൻ സമയവും കളിക്കുന്നയാളുടെ റോളാണ് താല്പര്യമെന്നും രോഹിത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാണ്.